രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധവിമാനങ്ങളുടെ ടയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രഥം ഒരുങ്ങുകയാണ്. ജഗന്നാഥ പുരി ക്ഷേത്രത്തിലെ രഥമാണ്. കൊൽക്കത്തയിലെ ജഗന്നാഥ് ഭഗവാന്റെ രഥത്തിന് 48 വർഷത്തെ പഴക്കമുണ്ട്. അതിന്റെ ടയറുകളെല്ലാം തന്നെ തേഞ്ഞ് തുടങ്ങിയിരുന്നു. ഈ ടയറുകൾ ബോയിങ്ങിന്റെ ടയറുകളായിരുന്നു. ഈ ബോയിങ്ങിന്റെ ടയറുകൾ ഇപ്പോൾ കിട്ടുക അസാധ്യമായ കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതേ തുടർന്ന് ഇസ്കോൺ ഈ രഥയാത്ര നടത്തുന്നത്, ഈ രഥം വലിച്ചുകൊണ്ട് പോകുന്നത് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയും അതിന്റെ വിശ്വാസികളും മറ്റുമാണ്. അവർ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു. അത് ഒടുവിൽ എത്തി നിന്നത് സുഖോയ്, റഷ്യയുടെ സുഖോയ് യുദ്ധ വിമാനങ്ങളുടെ ടയറുകളുമായിട്ട് ഈ ബോയിങ്ങിന്റെ ടയറുകൾക്ക് സാമ്യതയുണ്ട്, വ്യാസം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സുഖോയുടെ ടയറുകൾ കിട്ടുമോ എന്നൊരു അന്വേഷണമായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഈ സംഘടന നടത്തിയിരുന്നത്. ഒടുവിൽ സുഖോയ് വിമാന കമ്പനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് യുദ്ധവിമാനങ്ങൾക്കല്ലാതെ തങ്ങളുടെ ടയറുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം എത്തുന്നത്. തുടർന്ന് സുഖോയ് ഉദ്യോഗസ്ഥന്മാർ രഥം കാണുകയും അത് അവരുടെ ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഇവിടെ നിന്ന് ഇതിന്റെ ഇസ്കോണിന്റെ സംഘാടകർ റഷ്യയിലെത്തി ഈ സുഖോയ് വിമാനത്തിന്റെ ടയറുകൾ പരിശോധിക്കുകയും ചെയ്തു. ഏതായാലും 4 പുതിയ ടയറുകൾ, അത് ഒരു സെറ്റാണ്, ഒരു സെറ്റിൽ 4 ടയറുകളാണ് ഉള്ളത്. ആ 4 പുതിയ ടയറുകൾ ഇപ്പോൾ ഇസ്കോണിന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കൊൽക്കത്തയിലെ ജഗന്നാഥ ഭഗവാന്റെ രഥത്തിന് പുതിയ സുഖോയ് വിമാനത്തിന്റെ ടയറുകളിലാകും അത് ഉരുളുന്നത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചുയരുന്ന സുഖോയ് വിമാനത്തിന്റെ ടയറുകളാണ് ഭഗവാന്റെ പുതിയ രഥത്തിനുള്ളത്. ഒരുപക്ഷെ ഇത് ലോകത്ത് തന്നെ ആദ്യമാകാം യുദ്ധവിമാനത്തിന്റെ ടയറുകൾ ഉപയോഗിച്ച ഒരു രഥം വലിക്കുന്നത്. 1.4 കിലോമീറ്റർ വേഗതയിലാണ് ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥത്തിന്റെ വലിക്കുന്നതിന്റെ വേഗത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.